ഞങ്ങളുടെ തറവാടിൻ്റെ കാലപ്പഴക്കമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നിശ്ചയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കാലപ്പഴക്കമൊക്കെ പറഞ്ഞു തരാനുള്ള ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. ആകെ ഉണ്ടായിരുന്നത് കോലുവമ്മ മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശി 102-ാം വയസ്സിൽ പോവുകയും ചെയ്തു. ആരോട് ചോദിച്ചാലും ആദ്യം പറയുക നമ്മുടെ കാരണന്മാർ 2 പേരായിരുന്നു, രാമൻ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എന്നാ പറയുക. അപ്പോൾ കുളക്കരയിൽ അവർ നാമം ചൊല്ലാതിരിക്കണ തറയിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ, അതിൻ്റെ അടുത്ത് ചെറിയൊരു തറയും കൂടി ഉണ്ട് കേട്ടോ. അവിടെയാണ് കരിങ്കുട്ടിയും ചൊവ്വയും ഉള്ളത്. അവർക്ക് അവിടെ വർഷത്തിലൊരിക്കലും ഒരു പൂജ ചെയ്യാറുണ്ട്. കുളത്തിൽ നിന്ന് ഇങ്ങോട്ട് പിന്നാക്കം വന്നിട്ട് മുറ്റത്ത് ഒരു പേരയും പിന്നെ ഒരു മാവും ഉണ്ട് കേട്ടോ. ഈ മാവ് നട്ടത് ചേച്ചമ്മയും അമ്മയും കൂടിയിട്ടാന്നാ പറയണേ. അതിലെപ്പോഴേലും മാങ്ങ ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞാൽ വലിയ വളപ്പാ. ആ വളപ്പിൽ നിറച്ച് കവുങ്ങും തെങ്ങൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ വല്യമാമ, അതായത് അമ്മമ്മയുടെ മൂത്ത ഏട്ടൻ നമ്പ്യാൻകുറുപ്പത്ത് ഗോവിന്ദൻകുട്ടി നമ്പ്യാർ, വല്യമാമയായിരുന്നു തോട്ടം നന്നായി നോക്കിയായിരുന്നത്. വല്യമാമയുടെ കാലത്ത് തോട്ടത്തിൽ എപ്പോഴും പച്ചപ്പും തണുപ്പും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പം ആ തോട്ടമൊക്കെ നശിച്ചു പോകാറായിരിക്കണം. വടക്ക് ഭാഗത്ത് നിൽക്കുന്ന തോട്ടത്തിന്റെ അവിടെ തന്നെ ഒരു വടോപ്പിളി നാരകത്തിന്റെ മരം ഉണ്ട്. അതിൽ ഇഷ്ടം പോലെ വടോപ്പിളി നാരങ്ങ ഉണ്ടാവും. പിന്നെ വടക്കോർത്ത് വലിയൊരു പ്ലാവ് നിന്നിരുന്നു പണ്ട്. ഒരു ദിവസം സ്കൂള് വിട്ട് വന്നു നോക്കിയപ്പോൾ അമ്മമ്മ ആ പ്ലാവ് മുറിച്ചേക്കണം. ആ പ്ലാവ് മുറിച്ചതിന് അമ്മമ്മയുടെ കൂടെ ഇപ്പോഴും തല്ലിടാറുണ്ട്. എന്താ വെച്ചാല് അത് വെറൊരു മരം അല്ലായിരുന്നു. ഒളിച്ചുകളി കളിക്കണ സമയത്ത് അതിന്റെ മുകളിലേക്കാണ് ഞാൻ പൊത്തി പിടിച്ച് കയറുക. ഇപ്പം ആ പ്ലാവ് ഒരു ഓർമ്മ മാത്രമായി. ബാക്കി പിന്നെ പറയാട്ടോ. പോയിട്ട് പണിയുണ്ട്.